സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഹെൽത്ത് ടിപ്പുകൾ, ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ബോഡിക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മളെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ, ജലാംശത്തിൻ്റെ ഒരു കാര്യം. ജലം എന്ന് പറഞ്ഞാൽ വെള്ളം ഏറ്റവും കൂടുതൽ ഒരു ദിവസം നമുക്ക്, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ വെള്ളം ഒരു 8 ലിറ്റർ വെള്ളം ഒരു ദിവസം നമുക്ക് ശരീരത്തിന്, ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും ഏർലി മോർണിംഗിൽ 2 ഗ്ലാസ് വെള്ളം എന്തായാലും, അതേപോലെ കിടക്കുന്ന സമയത്തും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഡെയിലി ഒരു 8 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ബോഡിക്ക് നമുക്ക് എന്താ പറയുക, ബ്രെയിനിൻ്റെ ഒരു സംഭവത്തിനും ഡൈജഷനും എല്ലാ വിധത്തിലുള്ള സംഭവം നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ബോഡിക്ക് ഒരു ഹെൽത്തായിട്ട് മാറാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ്, ഉറക്കമില്ലായ്മ എന്ന സംഭവം നമുക്ക് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 7 to 9 hours എന്തായാലും നമുക്ക് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡിയുടെ ഉറക്കമില്ലാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് നൈറ്റിൽ ഏറ്റവും കൂടുതൽ സമയങ്ങൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു 8 മണിക്കൂറേലും ഡെയിലി ഉറങ്ങാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് അത്രയും നമ്മൾ നന്നായിട്ട് വരും. അത് ഉറക്കമില്ലാത്തതുകൊണ്ട് പല മാനസിക പ്രശ്നങ്ങൾ വരെ കണ്ടുവരുന്നൊരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങൾ, വെജിറ്റബിൾ, ഇത് കൂടുതൽ ധാരാളമായിട്ട് നമുക്ക് കഴിക്കാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് ഒരുപാട് എനർജി, അതായത് മൾട്ടി വൈറ്റമിൻസിൻ്റെ ഒക്കെ കമ്മി ഉള്ള ആളുകൾക്കൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതും. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, നമുക്ക് ഡെയിലി ദിനം പ്രതി നമുക്ക് ചെയ്തു വരുന്ന സംഭവം വർക്കൗട്ട് പറഞ്ഞാൽ ജിമ്മിൽ പോയി നമ്മൾ ചെയ്യണം എന്നല്ല പറയണേ. പക്ഷെ നമുക്ക് ഡെയിലി നമുക്ക് മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ വർക്കൗട്ടായിട്ട് നടക്കുക, അതേപോലെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടുകളിലൊക്കെ ചെന്നിട്ട് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഓക്കെ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് യോഗൻ്റെ ക്ലാസ്സുകൾ, കാര്യങ്ങൾ, കുറച്ച് ബോഡീൻ്റെ ഒരു സ്ട്രെസ്സ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ യോഗപരമായിട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നന്നായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നത്തെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഷുഗറിൻ്റെ അളവ്. അതായത് നമ്മുടെ ശരീരത്തിൽ ധാരാളം ഷുഗർ ഡെയിലി, ചായ ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഷുഗർ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതുവഴി നമ്മളെ തടി, അതായത് നമ്മളെ ഫാറ്റ് കുറഞ്ഞു പോകാനും, ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗിയായി മാറാനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംഭവം. അപ്പോൾ ഷുഗറിൻ്റെ അളവ് എത്രയും കുറച്ച് കൊണ്ടുവരാം. ഒരു ഏജ് കഴിഞ്ഞാൽ 35 കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഷുഗർ ഒഴിവാക്കുകയായിരിക്കും നന്നാവുക. ഷുഗർ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റ് കൂടും, അതുവഴി തടി കൂടും, പല കൊളസ്ട്രോൾ, അതേപോലെ അറ്റാക്ക്, ഇങ്ങനത്തെ രോഗങ്ങളിലേക്ക്, ക്രോണിക് ഒരു ഡിസീസിലേക്ക് മാറാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി നമ്മളെ നിത്യജീവിതത്തിൽ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ മെഡിസിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിൽ നിന്നും ഒഴിവാകാം. അതായത് ഓൾറെഡി അസുഖമുള്ള ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിച്ച പോലെ മരുന്നുകളും കാര്യങ്ങളും കഴിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോകണം. അപ്പം അസുഖം വരാതെ നോക്കുന്നത് നമ്മളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.